പറഞ്ഞൊരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ താജുഖാന്റെ ഖൽബാണ് ഫാത്തിമ അത് ഒരു 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 പ്രണയത്തിൽ പൊതിഞ്ഞ ഒരു ആൽബമാണ്. പ്രണയത്തിൽ പൊതിഞ്ഞൊരു ഒരു ഒരു ആൽബം. പിന്നീട് ഇങ്ങോട്ട് താജുഖാന്റെ ഈ ഓഡിയോ കാസറ്റിന്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഫോട്ടോ ഒരു ഗിറ്റാർ പിടിച്ചിട്ട് ഒരു നിരാശാകാമുകനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. ഗാനമേളക്കുള്ള പോസ്റ്ററിലൊക്കെ അധികം കാണാറ് ആ ചിത്രമാണ്. അപ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് താജുദ്ദീൻ വടകരയുടെ ജീവിതത്തിന് വലിയൊരു ബന്ധമുണ്ട് എന്ന് അതിങ്ങനെ അതിൻ്റെ ഒരു നാൾ വഴികൾ കാണുമ്പോൾ തോന്നാറുണ്ട്. പ്രണയിക്കുന്ന ആളുകളോട് ഇപ്പൊ പ്രണയം മനസ്സിലില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പൊ അത്തരം പ്രണയത്തെ താലോലിക്കുന്ന ആളുകളോടൊക്കെ താജുദ്ദീൻ വടകരക്ക് ജീവിതമായി ചേർന്ന് നിന്നുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? എനിക്കൊരു ഉപദേശം കൊടുക്കാനില്ല. കാരണം അല്ല സീരിയസ്, കാരണം പ്രണയം ഓരോരുത്തരുടെ മാനസികമായ തലത്തിൽ എങ്ങനെയാണെന്ന് അത് അവരുടെ മനസ്സ് നമ്മളെ മനസ്സല്ല. എനിക്കൊരാളോട് പ്രണയം തോന്നുമ്പോൾ ഒന്നുകിൽ അവരുടെ രൂപത്തോടായിരിക്കാം, അല്ല അവരുടെ പെരുമാറ്റത്തോടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടൊക്കെ പാവം ഇത് തോന്നിയിട്ടായിരിക്കാം. പക്ഷെ എൻ്റെ പ്രണയം ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞുനാളെന്ന് വെച്ചാൽ എൻ്റെ അതൊരു 10-25 വയസ്സ് കാലങ്ങളിൽ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അതുപോലെ നമ്മൾ സ്കൂൾ SSLC വരെയുള്ള സമയങ്ങളിൽ 5ാം ക്ലാസ് വരുന്ന സമയത്ത് വരെ നമുക്ക് കുഞ്ഞു പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? എനിക്കുണ്ടായിട്ടുണ്ട്. ഓരോ നമുക്ക് ടീച്ചർമാരുടെ പ്രണയം തോന്നിയിട്ടുണ്ടല്ലോ സ്കൂളിൽ. നമ്മൾക്ക് വേണ്ട, അത് വേണ്ട. എനിക്ക് ടീച്ചേഴ്സിനോടും തോന്നിയിട്ടില്ല. ടീച്ചേഴ്സിൽപ്പെട്ട ചില ആൾക്കാർക്ക് നമ്മളോട് തോന്നും അല്ലേ? തോന്നിയിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ടില്ലേ, പറയാൻ മടിയായതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഏതെല്ലോ ഒരു അട്രാക്ഷനിൽ എനിക്ക് പ്രണയത്തോട് എങ്ങനെയാണ് എൻ്റെ ആഭിമുഖ്യം എന്ന് പറയുന്നത്,